ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവശങ്കര മേനോൻ വരികയാണ്. അപ്പൊ മനുവും ഗംഗാധര മേനോനും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗംഗാധര മേനോൻ വന്നതിന്റെ ഉദ്ദേശം എന്താണ് ഏട്ടാ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗംഗാധര മേനോൻ പറയുകയാണ്, പ്രശ്നമുണ്ട്, വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ ശിവൻ പറഞ്ഞു, എന്നാ പിന്നെ ബാ നമുക്ക് റൂമിൽ പോയി സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ മനു അവിടെ നിപ്പുണ്ടല്ലോ. അപ്പൊ മനുവിനോട് ചോദിക്കുകയാണ് ശിവൻ, എന്ത് പറ്റി, ചായ കുടിയൊക്കെ കഴിഞ്ഞോ, ചായയൊക്കെ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ചായയൊക്കെ കുടിച്ചു, ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇവിടെ വന്ന് ഇരിക്കുകയാണ്, അവിടെ അമ്മയും ആന്റിയും ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം, നീ ചെന്ന് തലവെച്ച് കൊടുത്തോ, കമലയ്ക്കും വൈജയ്ക്കും മുമ്പിൽ ഗംഗാധര നീ തലവെച്ച് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, തലവെച്ച് കൊടുക്കാതെ എന്ത് ചെയ്യാനാ, എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ കേട്ടു. അല്ല, ഹരിയുടെ കാര്യം എന്തായി, അഡ്വക്കേറ്റ് എന്ത് പറഞ്ഞു? അത് പിന്നെ അവന്റെ കാര്യം പ്രശ്നം, എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടണം ബാലേട്ട, അല്ല ബാലേട്ട എന്നല്ല, സോറി കെങ്ങേട്ടാ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പൊ മനു ചോദിച്ചു, അല്ല കിട്ടാൻ ചാൻസ് ഉണ്ടോ? എല്ലാം ശരണ്യയുടെ മൊഴി അനുസരിച്ചിരിക്കും. ആ പെൺകുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും. അത് അതിന്റെ വഴിയൊക്കെ നടക്കും. ഗംഗേട്ടനെ ഇനിയിപ്പം വന്ന കാര്യം പറ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ശിവശങ്കര മേനോൻ നമ്മുടെ ഗംഗാധര മേനോനെ വിളിച്ചിട്ട് അകത്തേക്ക് പോവാണ്. ഇവരുടെ അടുത്തേക്ക് മനുവിന് പ്രവേശനം ഇല്ല കേട്ടോ. അതായത് നമ്മുടെ ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും സംസാരിക്കുമ്പോൾ ഒരിക്കലും അവിടെ മനുവിന് സ്പേസ് കിട്ടത്തില്ലല്ലോ. അങ്ങനെ റൂമിൽ കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, ഞാൻ അർജന്റ് ആയിട്ട് വന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, ഇന്നലെ ഗംഗാധരൻ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കണ്ടു, ഞങ്ങൾ കണ്ടുമുട്ടിന്ന്. അപ്പൊ തന്നെ ഏകദേശം പ്രശ്നം വഷളാണെന്ന് നമ്മുടെ ശിവശങ്കര മേനോന് മനസ്സിലായി. ആ മുഖം വായിക്കുമ്പോൾ നമുക്കറിയാം. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗംഗാധര മേനോൻ പറഞ്ഞു, അയാൾ എന്റെ കയ്യിൽ നിന്ന് സ്റ്റാൻലി ജോസഫിന്റെ, അതായത് കൊട്ടാരം മറ്റത്തിന്റെ അഡ്രസ്സ് മേടിച്ചോണ്ട് പോയി. അലീനയെ സ്വന്തം അച്ഛന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓ, അത് നല്ലതല്ലേ ഗംഗേട്ട, അത് നല്ല കാര്യല്ലേ? ദേ ഒറ്റ നോട്ടത്തിൽ അത് നല്ല കാര്യമാണെന്ന് ഇപ്പൊ തോന്നും നിനക്ക്. അലീനയ്ക്ക് ഒരു നല്ല ഷെൽട്ടർ വേണം, അതിന് ഏറ്റവും നല്ലത് അവളുടെ അച്ഛന്റെ വീട് തന്നെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അത് പിന്നെ ഗംഗേട്ട, ബാലേന്ദ്രൻ അവളെ സേഫ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ, അതില് എന്തെങ്കിലും കൂടോ ഒരു വേറൊരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും, ബാലചന്ദ്രന് വേറെ ഉദ്ദേശം കാണത്തില്ല, അലീന എന്ന ഉദ്ദേശമായിരിക്കും. പക്ഷെ സ്റ്റാൻലി ഇത് അറിയുമ്പോ എന്തായിരിക്കും? സ്റ്റാൻലി രൂക്ഷമായിട്ട് പ്രതികരിച്ചാലോ? അല്ല, അതുകൊണ്ട് അയാൾക്ക് എന്താ ഇപ്പം ഗുണമുള്ളത്? സംഗതി വഷളാക്കുക, അല്ലാതെ എന്തെങ്കിലും ഗുണമുണ്ടോ? മൂന്ന് തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ട്, മൂന്ന് തരത്തിലുള്ള കുഴപ്പം. ഒന്ന്, അലീന വൈജയുടെ മകളാണെങ്കിൽ വൈജ എവിടെ? അയാള് വൈജയെ തിരക്കി വരില്ലേ? അലീനയുടെ ജനനവുമായി ബന്ധപ്പെട്ട സകല സംഭവങ്ങളും കുഴി മാന്തി പുറത്തെടുക്കും, കുഴിച്ചു മൂടിയതൊക്കെ പുറത്തു വരും. വൈജയോട് തന്നെ അയാൾക്ക് വിശദീകരണം ആവശ്യപ്പെടാം. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അവള് ജീവിച്ചിരിപ്പുണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ കുഴപ്പമുണ്ടല്ലോ, എന്നാന്നറിയാമോ? സ്റ്റാൻലിക്ക് ഒരു ഫാമിലി ഉണ്ടല്ലോ. ഈ സത്യം അറിയുമ്പോ അവരെങ്ങനെ പ്രതികരിക്കും ശിവ? ഇവിടെ തന്നെ ഇത്രയും വലിയ പ്രശ്നമായെങ്കിൽ അവിടെ അവിടെ എത്രമാത്രം പ്രശ്നമാകും? അവരുടെ കുടുംബത്തിലെ കലഹവും പ്രശ്നവും നമുക്ക് വിഷയമല്ല, അവിടെ എന്തെങ്കിലും നടക്കട്ടെ, എന്നാലും അവിടെ ഒരു കൊടുങ്കാറ്റ് അടിക്കില്ലേ? അല്ല, അവരുടെ ഫാമിലി മാറ്റേഴ്സ് ഒന്നും നമ്മൾ നോക്കണ്ട ഗംഗേട്ടാ. അതെ, മൂന്നാമത്തെ കുഴപ്പം നിനക്ക് അറിയത്തില്ലല്ലോ, ഞാൻ പറയാം. അയാൾക്ക് ഒരു കുഞ്ഞുണ്ടായത് എങ്ങനെ? അതെന്തിന്? എന്തിനും മറച്ചു വെക്കപ്പെട്ടു? എന്തിനാണ് നമ്മൾ മറച്ചു വെച്ചത്? അത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാ. സ്റ്റാൻലിയുടെ വീട്ടില് അയാളുടെ മകളായി ജീവിക്കേണ്ട കുഞ്ഞിനെ 24 വർഷക്കാലം അനാഥാലയത്തിലേക്ക് തള്ളിവിട്ടതിന്റെ കുറ്റക്കാരന്മാരെ അവൻ വെറുതെ വിടുവോ? അതോ അവരെ കോടതി കേറ്റണോ? അയാളൊരു പട്ടാളക്കാരനാണ്, അറിയാലോ. പട്ടാളക്കാരന് 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഒന്നെങ്കിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ കീഴടങ്ങുക. ഈ 2 ഓപ്ഷൻ. അല്ല ഗംഗേട്ട പറയുന്നത് കേട്ടിട്ട് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ. ഇനി എന്താ ഇതിനൊരു പോംവഴി? എല്ലാ വശവും നമ്മൾ ചിന്തിക്കണ്ടേടാ. അല്ല ഗംഗേട്ടാ, നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയില്ലേ എല്ലാം? ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുമോ? ബാലേന്ദ്രൻ ഇന്ന് തന്നെ സ്റ്റാൻലിനെ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനു മുമ്പ് അയാളെ തടയാന് എന്തെങ്കിലും വഴിയുണ്ടോ ശിവ?
ബാലേന്ദ്രനെ ഒന്ന് നമുക്ക് ഫോൺ ചെയ്താലോ? അല്ല, ഗംഗേട്ടനൊന്ന് വിളിച്ചു നോക്ക്. അയ്യോ, ഞാൻ അയാളോട് സംസാരിക്കാനില്ല. കുത്തും മൊനയും മുള്ളും ഇല്ലാതെ ഒരു വാക്ക് പോലും അയാൾ എന്നോട് പറയാറില്ല. ഓഹോ, അവിടെ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെ തന്നെ അയാൾ എന്നോട് സംസാരിച്ചത്. നമ്മുടെ തൊലി ഉരിഞ്ഞു പോകുന്ന സംസാരം. അതെ, ഫോൺ വിളിച്ചിട്ട് അയാളോട് എന്നാ പറയും? സ്റ്റാൻലിയെ കാണരുത്, അയാളുടെ വീട്ടിൽ പോകരുത്, അയാൾ ഒന്നും അറിയിക്കരുത് എന്നൊക്കെ പറയാൻ കൊള്ളാമോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? അയാൾക്ക് സ്വീകാര്യമായ എന്തെങ്കിലും സജഷൻ മുന്നോട്ട് വെക്കണം. അയാൾക്ക് സ്വീകാര്യമായ ഒരൊറ്റ സംഗതിയേ ഉള്ളൂ. കടപ്പാട്ടൂര് തന്നെ അലീന നിൽക്കണം. അലീന എങ്ങോട്ടും പോകാൻ പാടില്ല. അലീന കടപ്പാട്ടൂര് നിൽക്കണമെങ്കിൽ വൈജ വാശി ഉപേക്ഷിച്ചിട്ട് തിരിച്ചു ചെല്ലണ്ടേ ശിവ? ഗംഗേട്ട, ഒരു രക്ഷയില്ല, അവളെ കൊല്ലണം. എന്നിട്ട് കടപ്പാട്ടൂര് കൊണ്ടുപോയി ഇട്ടിട്ട് പോരണം. അല്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇടവും വലവും നിന്ന് 4 പൊട്ടിച്ചാലോ? തിരിച്ചു പോടി നിന്റെ വീട്ടിലേക്കെന്നും പറഞ്ഞ് ഭീഷണി ചേർത്ത്. അവള് ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അഡ്വാൻസ് കൊടുത്ത് വാടക വീട് റെഡിയാക്കി ഇട്ടിരിക്കുക. അവൾ അവിടെ പോയി താമസിക്കും. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അവള് ഉപദ്രവിക്കാൻ ചെന്നാലേ അവള് നമുക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നെന്നും വരും. അല്ല, എന്നാ പിന്നെ നമുക്ക് വൈജയോട് ഒന്ന് സംസാരിച്ച് നോക്കിയാലോ? എന്നിട്ട് ബാലേന്ദ്രനെ വിളിക്കാം. ദേ, കെങ്ങേട്ടൻ കുറച്ച് അകന്ന് നിന്ന് സംസാരിച്ചോണം, കൈ അടക്കി വെച്ചോണം. എനിക്കറിയാം കെങ്ങേട്ടന്റെ സ്വഭാവം. അതൊക്കെ ഞാൻ ഏറ്റു ശിവ. നമ്മുടെ ആവശ്യമാണല്ലോ, അപ്പൊ നമ്മൾ സംസാരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടെ പെങ്ങളടുത്തേക്ക് ചെല്ലുകയാണ് സംസാരിക്കാനായിട്ട്. അങ്ങനെ വാതിലിൽ ചെന്ന് മുട്ടിയപ്പോഴത്തേക്കും നമ്മുടെ വൈജ ഡോറ് തുറന്നു. അപ്പോഴത്തേക്കും ഗംഗാധരൻ പറഞ്ഞു, കുറച്ച് സംസാരിക്കാനുണ്ട്. അതെനിക്ക് മനസ്സിലായി. ഗംഗേട്ടന് അതിനു വേണ്ടി മാത്രമാണ് നീലഗിരിന്ന് കാർ ഓടിച്ചു വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം സംഗതി നിസ്സാരമല്ലെന്ന് നിനക്കറിയാലോ വൈജെ. തലയ്ക്ക് വെളിവില്ലാഞ്ഞിട്ടല്ലല്ലോ ഞാന് 350 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് വന്നത്. നമ്മുടെ കുടുംബത്തിൽ തലയ്ക്ക് വെളിവില്ലാത്തത് എനിക്ക് മാത്രമല്ലേ ഗംഗേട്ട? ബാക്കി എല്ലാവരും ആദ്യ ബുദ്ധിമാന്മാരും. ഞാൻ പറയണോ? അതെ, നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കണ്ടേ വൈജെ? നീ എപ്പോഴും ഇങ്ങനെ മന്ദബുദ്ധിയായിട്ടിരുന്നാ മതിയോ? നിന്റെ തലയുടെ കുഴപ്പം നമുക്ക് മാറ്റിയെടുക്കണ്ടേ? ഓ, എന്റെ തലയുടെ കുഴപ്പം ഇനി മാറ്റാൻ വേണ്ടിയാണോ വന്നത്? അല്ല, നിന്റെ തലയ്ക്ക് വെളിവില്ലായ്മയോടൊന്നും നീ സമ്മതിച്ചല്ലോ. അതെ, ഞാൻ ജനിച്ചപ്പോഴേ ഉള്ളതല്ലേ ഗംഗേട്ടാ. ജാതിയാലുള്ളത് തൂത്താ പോവില്ലെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ പറയാറില്ലേ? ഈ പ്രായത്തിൽ ഇനി എന്നാ ചെയ്യാനാന്നേ? ഈ തലയും തലച്ചോറും മാറ്റിവെക്കുന്ന ആ ഒരു ഓപ്പറേഷൻ ഇതുവരെ ഡോക്ടേഴ്സ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഓ, ഞാനേ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ വീട്ടിൽ ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? ഓ, അതിപ്പോ എന്റെ വീടല്ലല്ലോ. അത് തന്നെയല്ലേ ഒന്നാമത്തെ കുഴപ്പം. എങ്ങാണ്ടങ്ങാണ്ട് തെണ്ടി കയറി വന്ന പിച്ചക്കാരി അലീനയുടെ വീടല്ലേ ഇപ്പൊ അത്. ഞാൻ നോക്കുമ്പോ ആ വീട്ടിൽ സകലതും കുഴഞ്ഞു മറിഞ്ഞ് കുഴപ്പത്തിൽ തന്നെയാ കിടക്കുന്നത്. അപ്പൊ ശിവൻ ചോദിച്ചു, എന്തു വാടി അവിടെ കുഴഞ്ഞു കിടക്കുന്നത്? അതേ, കാണാൻ കണ്ണ് വേണം, കണ്ണ്. ഒരു വീട് കുടുംബം എന്നൊക്കെ പറഞ്ഞാലേ അതിനെ ഒരു ഫ്രെയിം വേണം, ഫ്രെയിം. അച്ഛൻ, അമ്മ, മക്കൾ. കടപ്പാട്ടൂരെ അമ്മയില്ല. അല്ല, അമ്മ എവിടെ പോയി? അമ്മയെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലേ? എന്നിട്ട് ആ സ്ഥാനത്തേക്ക് വേലക്കാരിനെ പ്രതിഷ്ഠിച്ചു വെച്ചേക്കല്ലേ? വേലക്കാരി, കുടുംബനാഥൻ, മക്കൾ. ഇങ്ങനെയാണോ ഒരു കുടുംബം മുമ്പോട്ട് പോകേണ്ടത് ഗംഗേട്ട? ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്രയും നാളും അവള് ബാലേന്ദ്രന്റെ മകളാണെന്ന് കള്ളക്കഥ പറഞ്ഞ് നടന്നു. അവസാനം അതും പൊളിഞ്ഞു. എന്നിട്ടിപ്പം അവളാണ് അവിടുത്തെ രാജകുമാരി എന്ന് പറഞ്ഞാല് അതെ, എന്റെ പൊന്നു വൈജ, നിന്റെ മക്കളും അവളെ അംഗീകരിച്ചില്ലേ? കണ്ണും കൈയും ചെവിയും ഒക്കെ കാണിച്ചിട്ട് മയക്കാൻ കഴിവുള്ള പെണ്ണുങ്ങള് എക്കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാകും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടത്തെ വേലക്കാരി എന്റെ മക്കളെയും കൊണ്ട് വേറൊരു വേലക്കാരിയുടെ വീട്ടിൽ പോയിരിക്കുന്നു. ഇതിനു മുമ്പ് ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇതിന് കേട്ടിട്ടില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ പറഞ്ഞു, നീ വേലക്കാരി എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് എടുത്ത് കളയ്. അല്ല, അതിന് താഴെ വേറെ വാക്കുണ്ടോ? തൂപ്പുകാരി. അങ്ങനെ വിളിക്കാം, അവക്ക് ചേരും. അപ്പൊ ഗംഗാധരമേനോൻ പറഞ്ഞു, എന്റെ പൊന്നു വൈജ, ഞാൻ നിന്നോട് കലഹിക്കാനോ മര്യാദ പഠിപ്പിക്കാനോ അല്ല വന്നത്. ഒരു സത്യം ഞാൻ പറയാം. അലീനെ കടപ്പാട്ടൂരിൽ നിന്ന് പോയാൽ നിന്റെ കുടുംബം പിടിച്ചാ കിട്ടാത്ത പോലെ ചെതറിപ്പോകും. അതാണോ നിനക്ക് വേണ്ടത്? അതെ, തുമ്മിയാലെ തെറിക്കുന്ന മൂക്ക് വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല. തീർക്കുന്നതൊക്കെ അങ്ങ് തീർച്ച് പോട്ടെ, അല്ലാതെ വെച്ചോണ്ടിരിക്കത്തില്ല. ഈ വൈജ, കൃഷ്ണമോൾ ഒഴികെ ബാക്കി 2 പേർക്കും പ്രായപൂർത്തിയായി. ഞാൻ അവർക്ക് വേണ്ടി ഇത്രയും നാള് ജീവിച്ചത്. ഇനി എന്റെ ഇഷ്ടത്തിന് ഞാനൊന്ന് ജീവിക്കട്ടെ. അല്ല, നിന്റെ ഇഷ്ടത്തിന് ആ വീട്ടില് നിനക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അലീന അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് നീ 3 മാസം തികച്ച് ആ വീട്ടിൽ ജീവിക്കത്തില്ല. വേണ്ടെന്നേ, ഞാൻ ഇറങ്ങി പൊക്കോളാന്നേ. എനിക്ക് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടാ മതി. അതിനുശേഷം എന്തു വന്നാലും അത് ഞാൻ അനുഭവിച്ചോളാം, വേറെ ആരും അനുഭവിക്കണ്ട. അതെ,
അലീന ആ വീട്ടിൽ നിന്ന് പോവുകയും നീ തിരികെ അവിടെ ചെല്ലുകയും ചെയ്യുമ്പോൾ ബാലചന്ദ്രൻ പഴയ പോലെ നിന്നെ സ്നേഹിക്കുമെന്ന് കരുതുന്നുണ്ടോ? അയ്യോ, എനിക്ക് ബാലചന്ദ്രന്റെ സ്നേഹമൊന്നും വേണ്ടേ. അല്ലെങ്കിൽ എപ്പോഴും അയാൾ എന്നെ സ്നേഹിച്ചിട്ടുള്ളത്. ദേ വൈജയ്, നീ നിന്നെ തിരിച്ചറിയുന്നില്ല, അതാണ് നിന്റെ കുഴപ്പം. നിനക്കാണ് ആരോടും സ്നേഹമില്ലാത്തത്. ബാലചന്ദ്രനോടില്ല, മക്കളോടില്ല, പെറ്റ തള്ളയോടില്ല, ആങ്ങളമാരോടില്ല ഒരു തരുമ്പ് സ്നേഹം നിനക്ക്. നീ സ്നേഹിക്കുന്ന ഒരേ ഒരാളുണ്ടല്ലോ, നീ മാത്രമാണ്. സമ്മതിച്ചു, ഞാൻ എന്നെങ്കിലും ഒന്ന് സ്നേഹിച്ചോട്ടെ. അതിനിപ്പോ എന്താ? അപ്പൊ നീ ഒരു വിധത്തിലും വിവരമുള്ളവർ പറയുന്നത് അംഗീകരിക്കില്ല അല്ലേ? അതെ, അലീനയും ഞാനും കൂടി ആ വീട്ടിൽ പറ്റത്തില്ല ഗംഗേട്ട. അതല്ലാതെ വേറൊരു സൊല്യൂഷനും നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇടണ്ട. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എന്നോട് നിങ്ങൾ മിണ്ടണ്ട. അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരന്റെ കൈയൊക്കെ ഇങ്ങനെ തരിക്കുന്നുണ്ട് കേട്ടോ അടിക്കാനായിട്ട്. എന്ത് ചെയ്യാനാണ്? അപ്പൊ തന്നെ നമ്മുടെ ശിവശങ്കര മേനോന് മനസ്സിലായി ഗംഗേട്ട ഇന്ന് പോരേന്ന് പറഞ്ഞ് ഗംഗാധരനെ വിളിച്ചോണ്ട് പുറത്തേക്ക് പോയി. ഇല്ലെങ്കിൽ അവിടെ വെച്ച ഒരെണ്ണം നമ്മുടെ വായിച്ചിട്ട് കൊടുക്കും, കിട്ടിയേനെ. ഏതായാലും ഒരെണ്ണം അല്ല കിട്ടാനുള്ളൂ. വൈജനെ ചുരുട്ടി കൂട്ടി, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, കട്ടിലേല് ചുരുട്ടി കൂട്ടി കട്ടിലിന്റെ മൂലയ്ക്ക് വലവിട്ട് കെട്ടിയിട്ടിട്ട് നല്ല തല്ല് തല്ലണം. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, കുട്ടിപ്പട്ടാളങ്ങളെല്ലാം അങ്ങ് എവിടെയാ, നമ്മുടെ ഗ്രേസിയുടെയും മാമച്ചന്റെയും വീട്ടിലിരുന്ന് ക്യാരംസ് കളിക്കുകയാണ്. അങ്ങനെ ക്യാരംസ് കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് ഇങ്ങനെ ക്യാരംസിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ സംഭവം ഇങ്ങനെ അടിച്ച് തെറിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇതിൽ അത് അടിക്കുന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണയും ബബിതയും പറഞ്ഞു, ഇത് എന്തുവാ ഇത്, ചുമ്മാ ബോർ അടുപ്പിക്കാതെ ഇത്രയും ഉന്നം നോക്കിയിട്ട് എന്താ ഇതുവരെ എത്താത്തത്? അപ്പോഴത്തേക്കുമാണ് നമ്മുടെ മാമച്ചൻ പറഞ്ഞത്, സ്റ്റോ ആൻഡ് സ്റ്റഡി ഇന്ററേസ്, ഞങ്ങൾ കളി ജയിക്കും, രോഹിത്തെ ടേക്ക് യുവർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യസമയത്ത് ഉന്നം നോക്കി ആക്രമിക്കുമ്പോഴാണ് എതിരാളി വീഴുന്നത്. അപ്പൊ നമ്മള് കുറച്ച് ക്ഷമയോടെ കാത്തൊക്കെ ഇരിക്കേണ്ടി വരും, അതല്ലേ യുദ്ധതന്ത്രം എന്ന്. അപ്പോഴത്തേക്ക് രോഹിത് പറഞ്ഞു, കറക്റ്റ് കറക്റ്റ്, അങ്കിള് പറഞ്ഞതാ കറക്റ്റ്, കണ്ണടച്ചടിച്ചിടാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അപ്പോഴത്തേക്ക് രേവതി, രണ്ടു പേരും കഥ നിർത്തി ഒന്ന് മര്യാദയ്ക്ക് കളിക്കാമോ, കുറെ നേരമായി ബോർ അടിക്കുന്നുണ്ടെന്ന്. അങ്ങനെ വീണ്ടും നമ്മുടെ രോഹിത് ഉന്നം നോക്കാൻ തുടങ്ങി. ഉന്നം നോക്കി ഇങ്ങനെ ക്യാരംസിനിട്ട് ഇങ്ങനെ അടിക്കാൻ നോക്കാണ് കേട്ടോ. അങ്ങനെ ക്യാരംസ് അടിച്ചതും പാളിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. അത്ര നേരം ഉന്നം നോക്കി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് വല്ലാത്തൊരടിയായി പോയി. അത് കഴിഞ്ഞപ്പോ ഒന്നുകൂടി അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ബബിത പറഞ്ഞു, രോഹിതേട്ടന്റെ ടൈം കഴിഞ്ഞല്ലോ, ഇനി എന്റെ അല്ലേ. അത് അത് സമ്മതിക്കത്തില്ലെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് അങ്ങോട്ട് തർക്കിക്കാൻ തുടങ്ങി, ഒരു ചാൻസും കൂടി ഉണ്ടെന്നും പറഞ്ഞു. അപ്പം ബബിത പറഞ്ഞു, ഇത് കള്ളക്കളിയാ, ഇത് കള്ളക്കളി തന്നെയാണ്. അപ്പൊ രേവതി പറഞ്ഞു, അങ്കിളെ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കള്ളക്കളി കണ്ടിട്ട് ഒന്നും പറയാനില്ല, ഒരു പാട്ടാളക്കാരനല്ലേ. മാർഗമല്ല മാർഗമല്ല ലക്ഷ്യമാണ് പ്രാധാന്യം എന്ന് പറയാനുണ്ട്. അതുമാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. അപ്പോഴത്തേക്കും എന്റെ ദൈവമേ, ഇവിടെ ഉള്ളവരെല്ലാം കള്ളന്മാരാണല്ലോ ഈ കളിക്കുന്നതെന്ന് രേവതിക്കുട്ടി. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന കുറെ ജ്യൂസോ എന്തൊക്കെയായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. പുറകെ ഗ്രേസമ്മയുണ്ട്. ഏതായാലും വന്നോണ്ടെ ഗ്രേസമ്മ ചോദിച്ചു, ഇവിടുത്തെ ബഹളം കേട്ടാ തോന്നൂല കബഡി കളിയാണെന്ന്. എന്നാ ഒരു ഒച്ചയാ ഇവിടെ. ഇവിടെ ഭയങ്കര കണ്ണീരാകും അവസാനം. ഈ പോക്കാണെങ്കിൽ ചിലര് മേടിച്ചു കൂട്ടി ഇവിടെ കരഞ്ഞു തൂറി വാരി മെഴുകും. തൽക്കാലത്തേക്ക് വന്ന കളി അങ്ങോട്ട് നിർത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് പറഞ്ഞു, അതാ നല്ലത്, ജയിക്കുന്ന കളിയായിരുന്നു. പിന്നെ പിന്നെ കളി ഇപ്പം ജയിക്കും. ഇവര് രണ്ടുപേരും കള്ളക്കളിയാണെന്നേ. ഈ രോഹിത്തും അതുപോലെ മാമച്ചനെങ്കിലും തൊട്ട കള്ളക്കളിയാ. അപ്പൊ അലീന പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ, കള്ളക്കളിയൊക്കെ പിന്നെ, നമുക്ക് നാളെ രാവിലെ പോവണ്ടേ, കിടക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരുടെയും മുഖം അങ്ങോട്ട് വാടി കേട്ടോ. അപ്പോഴത്തേക്കും കൃഷ്ണമോള്, നാളെ പോണോ അല്ലേ? നാളെ തന്നെ പോണോന്ന് ബബിത. അപ്പൊ രോഹിത് ഒന്ന് നോക്കി കേട്ടോ. അപ്പോഴത്തേക്കും അലീന, പിന്നല്ലാതെ എന്താ പിള്ളേരെ നിങ്ങൾ പറയുന്നത്, നാളെ നമുക്ക് പോകണ്ടേ? അല്ല, അലീന ചേച്ചിക്ക് നിർബന്ധമാണേല് പോയേക്കാന്ന് രോഹിത്. അപ്പോഴത്തേക്കും നമ്മുടെ അലീനക്ക് ചിരി വരുന്നുണ്ട്, സത്യം പറഞ്ഞാല് സങ്കടവും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന പറയാ, നിന്റെ അഭിപ്രായ പ്രകടനമൊന്നും ഇല്ലേ രേവതി, നീ എന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന്. അപ്പൊ പറഞ്ഞു, ഒരു വർഷം അഭിപ്രായം ഏതാണോ അതിന്റെ കൂടെ നിൽക്കി, ഞാൻ അത്രേ ഉള്ളൂ, ഞാൻ പിന്നെ വേറെ എന്ത് പറയാനാ. തൽക്കാലം ഞാൻ ഇവരെ കൊണ്ടുപോയി വിടട്ടെ, അല്ലെങ്കിലേ ശരിയാവത്തില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസി പറഞ്ഞു, നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ മക്കളെ ഇവിടെ തന്നെ നിന്നോ. അപ്പം നമ്മുടെ മാമച്ചനും അതെ പെൻ ഗസ്റ്റ് ആയിട്ട് അങ്ങ് കൂടിക്കോ. അപ്പൊ അലീന പറഞ്ഞു, പിന്നെ നാളെ എന്തായാലും പോയേ പറ്റത്തുള്ളൂ, ഇവർ രണ്ടുപേരും നിൽക്കാനൊക്കെ പറയും, മര്യാദയ്ക്ക് പോയി കിടക്കാൻ നോക്ക് പിള്ളേരെ. അപ്പൊ രേവതി പറഞ്ഞു, അലീന ചേച്ചി നമ്മള് ഒരു കാര്യം മറന്നു കേട്ടോ, ചിന്നുമോളുടെ കാര്യം. അല്ല, ചിന്നുമോളുടെ എന്ത് കാര്യം? അല്ല, അവള് സ്പോൺസർ ചെയ്യുന്ന കാര്യം. അത് അത് ഒന്നും നടക്കുന്ന കാര്യമല്ല.
അല്ല, നമ്മള് നോക്കിയാൽ നടക്കുന്നേ. അങ്കിളും ആന്റിയും നമ്മുടെ കൂടെ നിൽക്കൂലോ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസ് അമ്മയും മാമച്ചനും ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് ഗ്രേസ് അമ്മ പറഞ്ഞു, അതിനിപ്പം എന്നാ സംഭവം ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങള്. ഉം അതാ ഞാൻ പറഞ്ഞത്. മുമ്പൊരിക്കൽ ആന്റി ത്യാഗഭവനിൽ വെച്ച് പറഞ്ഞില്ലായിരുന്നോ, അവളെ ആർക്കും കൊടുക്കാതെ നമുക്ക് തന്നേക്കാന്. അതിനെ കുറിച്ചാ ഞാൻ പറയുന്നത്. അപ്പൊ അലീന പറഞ്ഞു, ആന്റി, അതൊന്നും നടക്കുന്ന കേസല്ല ആന്റി. അതിന് കുറെ നൂലാമാലകളൊക്കെ ഉണ്ട്. ആ, ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, അതൊക്കെ ശരിയാണ്. അല്ല, മാമച്ചൻ എന്ത് പറയുന്നു എന്ന് ഗ്രേസ് ചോദിച്ചു. അപ്പൊ മാമച്ചൻ പറഞ്ഞു, ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ആ ആ അത് മതി, അത് മതി. അലീന ചേച്ചി, ഇനി മദർ സുപ്പീരിയർ ആ ഊർമിളയോട് നോ പറയാൻ പറ. ഇനി ആരും അവളുടെ സ്പോൺസർഷിപ്പ് ഒന്നും ഏറ്റെടുക്കണ്ട. അല്ല, നീ ആദ്യം പറഞ്ഞ കാര്യം നടക്കും, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നോ പറഞ്ഞാ പോരെ മോളേന്ന് അലീനയും ചോദിച്ചു. രേവതിക്കുട്ടിയുടെ മുഖം അങ്ങ് വാടിയ പോലെ ആയിട്ടോ. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ, അപ്പോഴേക്കും മുഖം വാടിയില്ലോ. നമുക്ക് ഒന്നുകൂടി ഇരുന്ന് ആലോചിക്കാം, പോരെ? നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. എടുത്ത് ചാടി എടുക്കുന്ന തീരുമാനങ്ങൾ അതൊരിക്കലും വിജയിക്കത്തില്ലെന്നേ. അത് അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. നമുക്ക് നാളെ തന്നെ പോണം കേട്ടോ മക്കളെ, എല്ലാവരും റെഡി ആയിട്ട് നിന്നോണേ. ഈ പെണ്ണിങ്ങനെയൊക്കെ പറയുവേ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ബബിത റൂമിലേക്ക് പോവാണ്. ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എല്ലാവർക്കും. 2-3 ദിവസം അടിച്ചു പൊളിച്ച് തകർത്തില്ലേ. അങ്ങനെ രോഹിത്തും കൃഷ്ണയും ബബിതയും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഒന്നാമത്തെ സങ്കടം ഉണ്ടല്ലോ, ഞാൻ അവിടം വിട്ട് വരുന്നതിന്റെ അല്ലെങ്കിൽ പോകുന്നതിന്റെ സങ്കടം. പിന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം. ആ പിള്ളേർക്ക് ആകപ്പാടെ വിഷമങ്ങളാണെന്നേ. അതിന്റെ മനസ്സിൽ വിഷമം മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും മാറി ഇപ്പം വേറൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് പോകാൻ തോന്നുന്നില്ല. ഒരു പ്രശ്നവും ചിന്തിക്കാതെ ഇത്രയും ദിവസം ആദ്യമായിട്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാമച്ചൻ പറഞ്ഞു, അത് ശരിയാ. അതിന്റെ ഒരു സമാധാനം ആ പിള്ളേരുടെ മുഖത്ത് നന്നായിട്ടുണ്ട് കേട്ടോ. ആ ഒരു മുഖത്തിന്റെ ഇതൊക്കെ മാറി ഇപ്പൊ നല്ല മുഖങ്ങളായി, നല്ലൊരു സന്തോഷമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അലീന ചേച്ചി അവിടുന്ന് വിട്ടു പോരുമ്പോ അതൊരു പ്രശ്നമായിരിക്കുമല്ലോ. ബബിത സ്ട്രോങ് ആയിട്ട് നിൽക്കും. ബബിത എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എന്റെ വിശ്വാസം. പിന്നെ രോഹിത്തും ഉണ്ടല്ലോ. എന്നാല് ഒരു കാര്യം ചെയ്യും മക്കളെ, നിങ്ങൾ പോയി കിടക്കാൻ ഗ്രേസ് പറഞ്ഞു. അങ്ങനെ നമ്മൾ അലീനയും രേവതിക്കുട്ടിയും പോയി ഇങ്ങനെ കിടക്കാൻ തുടങ്ങാട്ടോ. ഈ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.